മൗണ്ടെയിൻ ഏതാണ്? ആൻഡസ് മൗണ്ടെയിൻ ആണ്. അതെവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ലോങ്ങസ്റ്റ് മൗണ്ടെയിൻ ഏതാണ്? ആൻഡസ് മൗണ്ടെയിൻ ആണ്. ഏഷ്യനെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന മൗണ്ടെയിൻ ആണ് യുറാൽ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അതെന്ത് മൗണ്ടെയിൻ ആണ്? ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് യുറാൽ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഇനി ബ്ലാക്ക് മൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഒരു വലിയ കുന്നിൻ്റെ കീഴിൽ വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ ബ്ലാക്ക് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അതിന് ഫോർമഡ് ഇൻ എർത്ത് ക്രസ്റ്റ് ഡ്യൂ ടു ദി ടെൻഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. വൊസേജൻ, ബ്ലാക്ക് ഫോറസ്റ്റ്, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അതിന് ഉദാഹരണമല്ലാത്ത ഒരു ഇതാണ് ഫിജി എന്ന് പറയുന്നത് ബ്ലാക്ക് മൗണ്ടെയിന് ഉദാഹരണമല്ല. ഇനി അവലാഞ്ചസ് എന്ന് പറയുന്നത് ലാർജ് മാസ് ഓഫ് സ്നോ ആൻഡ് ഐസ് എന്നതിനാണ് അവലാഞ്ചസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വലിയ മൗണ്ടെയിൻ ആണ് എന്ന് പറയുന്നത് കേറ്റുവിന് പറയുന്നതാണ് ഗോഡ്വിൻ എസ്റ്റേൻ എന്ന് പറയുന്നത്. ഹയസ്റ്റ് മൗണ്ടെയിൻ ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അതെവിടെയാണ്? നേപ്പാളിലാണ് ചെയ്യുന്നത്. ഇനി ആൽഫ എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. സൗതേൺ ആൽഫ മൗണ്ടെയിൻ റേഞ്ച് എവിടെയാണ്? ന്യൂസിലാൻഡിലാണ്. ഇനി സ്മോളസ്റ്റ് മൗണ്ടെയിൻ ആണ് സട്ടർ ബട്ടർ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് മൗണ്ടെയിൻ ആണ് സട്ടർ ബട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്തത് എന്താണ്? പിണ്ടൂർ ടങ്കൽ ആൻഡ് മൗണ്ട് പെറോഡോ എന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ്. മിണ്ടൂർ ടങ്കൽ ആൻഡ് മൗണ്ട് പെറോഡോ എവിടെയാണ്? ശ്രീലങ്കയിലാണ്. പീക്ക് ഓഫ് ആഫ്രിക്ക ഇസ്കാലിമംഗോരോ ആഫ്രിക്കയിലാണ്. അതെവിടെയാണ്? താൻസ്രിയയിലാണ്. ഇനി ദാഗോ ബംഗ്ലാദേശിലെ. ചിത്താഗോൺ ഹിൽ എവിടെയാണ്? ബംഗ്ലാദേശിൽ തന്നെയാണ്. ഇനി നാച്ചുറൽ ഗ്യാപ്പിന് പറയുന്ന പേരാണ് പാസസ് എന്ന് പറയുന്നത്. തുരങ്കം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി മൗണ്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ അറേഞ്ച് ഇൻ ദി ലൈൻ, അതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഗഡ്ഗർ പൻസർ ഹയസ്റ്റ് ക്ലിഞ്ചിൻ മൗണ്ടെയിൻ ഓഫ് ഭൂട്ടാനിലെ ഹയസ്റ്റ് ക്ലിഞ്ചിൻ മൗണ്ടെയിൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗംഗർ ആൻഡ് പെൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഐലാൻഡാണ്. ഐലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ലാർജസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് ആണ്. അതെവിടെയാണ്? ഡെൻമാർക്കിലാണ്. ലാർജസ്റ്റ് ഐലൻഡ് ഏതാണ്? ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ആണ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് ഇന്റർ കണക്റ്റഡ് ഐലൻഡ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡിനെ പറയുന്ന പേരാണ് ആർച്ചിപെലാഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വീപ് സമൂഹം എന്നാണ്. ആർച്ചിപെലാഗോ എന്ന് പറഞ്ഞാൽ ദ്വീപ് സമൂഹം എന്നാണ്. ഐലൻഡ് ഓഫ് പിനൽസ് ഇസ് എ പിനൽസ് എവിടെയാണ്? ബെറൈനിലാണ്. ഇനി മാൻ എവിടെയാണ്? നോർത്ത് അയർലൻഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെ ഇടയിൽ. മാൻ എവിടെയാണ്? നോർത്ത് അയർലൻഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെ ഇടയിലാണ്. അടുത്തത് എന്താണ്? ചാഡ്വു ഏതിൻ്റെ? ഇന്ത്യയുടെ ശ്രീലങ്കയുടെ ഇടയിലുള്ളതാണ് കച്ചാജാവു എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ഐലൻഡ് ഇന്ത്യൻ ഓഷ്യനിലാണുള്ളത് മാലിദ്വീപ്. സ്മോളസ്റ്റ് ഓഷനായി ഇന്ത്യൻ ഓഷ്യനിലുള്ളതാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. റോബർ ഐലൻഡ് ആരുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെൽസൺ മണ്ടേലയുടെ പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മെനാസിയൻ ഐലൻഡ് എന്ന് പറയുന്നത് പസഫിക് ഓഷനാണ്. മെനാസിയൻ ഐലൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു പസഫിക് ഓഷനാണ്. ഫിജി എന്ന് പറയുന്നത് പസഫിക് ഓഷനാണ്. ഫിജി. ഇനി ഓഫ് ഫൈൻ എന്ന് പറയുന്നത് പസഫിക് ഓഷൻ്റെ. ഇനി ലാക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനസാറോ ലാക്ക് എവിടെയാണ്? ചിന്നയിലാണ്. ഓക്സ്ബോ ലാക്ക് എവിടെയാണ്? യു ഷേപ്പിലുള്ള ലാക്കുകളെയാണ് ഓക്സ്ബോ എന്ന് പറയുന്നത്. ഫോർമൽ വെരി ലോ ഗ്രാൻഡഡ്. ലാൻഡ് ഓഫ് 1000 ലാക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിൻലാൻഡാണ്. ഇനി ലാർജ് ഫ്രഷ് വാട്ടർ ലാക്ക് കിട്ടുന്നത് എവിടെയാണ്? കേക്ക് സുപ്പീരിയോറിലാണ്, US. കേക്ക് സുപ്പീരിയോർ. ഇനി ലാർജസ്റ്റ് ലാക്ക് എവിടെയാണ്? കാസ്പിയൻ സീയിലാണ്. ലാർജസ്റ്റ് ലാക്ക് ഏതാണ്? കാസ്പിയൻ സീ ആണ്. നാസർ ലാക്ക് എവിടെയാണ്? അഷ്വാൻ ദാൻ ആഫ്രിക്കയിലാണ്. പാകിസ്ഥാനിലെ ഹൈ ലാക്ക് എന്ന് പറഞ്ഞത് പാരിസ്ഥാൻ ലാക്കാണ്. ഇനി ഇക്വിറ്റർ ഇൻ ആഫ്രിക്ക കണ്ടെയ്ൻഡ് വിക്ടോറിയ. ഇക്വിറ്ററിലെ എവിടെയാണ്? വിക്ടോറിയയിലാണ്. നെക്സ്റ്റ് ഡെസേർട്ട്. സഹാറ ഡെസേർട്ട് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. വേൾഡ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആണ്. എർത്തിൻ്റെ 1/3 എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മഷ്റൂം റോക്ക് കാണപ്പെടുന്നത് എവിടെയാണ്? ഡെസേർട്ടിലാണ്. ഏരിയ ഓഫ് ഇന്റേണൽ ഡ്രൈനേജ് ഇസ് എ ഡെസേർട്ട്. ഏരിയ ഓഫ് ഇന്റേണൽ ഡ്രൈനേജ് എന്ന് പറയുന്നത് ഡെസേർട്ടിനാണ്. ലാർജ് ഡെസേർട്ട് ഓഫ് ഏഷ്യ ഇസ് എ ഗോബി. ലാർജ് ഡെസേർട്ട് ഏതാണ്? ഗോബി, ഏഷ്യയിലെ. ഇനി ഗ്രേറ്റ് ട്രിസ്റ്റ് കലഹാരി ആണ്. ഗ്രേറ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത് കലഹാരി ഡെസേർട്ടാണ്. ഹയസ്റ്റ് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് മജോവ ഡെസേർട്ടിലാണ്. വെസ്റ്റേൺ മെറൈൻ ഓഫ് എ ട്രോപ്പിക്കൽ